നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകൾ കിടക്കാം. നാളെ ബോംബെയിൽ മുനിസിപ്പൽ ഇലക്ഷൻ അവധിയാണ് മാർക്കറ്റ്. അതുകൊണ്ട് സെൻസെക്സിൻ്റെ എക്സ്പയറി ഇന്നാണ് ഉള്ളത്. നിഫ്റ്റി ഇന്നലെ 25,700 സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. വളരെ വോളറ്റിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഇറാൻ ഇഷ്യൂസ് എല്ലാം തന്നെ നമ്മൾ കണ്ടു. ഇറാനായിട്ട് ബിസിനസ് ചെയ്യുന്ന രാജ്യത്തിന്മേൽ 25% താരിഫാണ് ഏർപ്പെടുത്തുന്നത്. $1.65 ബില്യൺ ഇടപാടുകൾ ഇന്ത്യയും ഇറാനും തമ്മിൽ നടത്തുന്നുണ്ട്. അത് ഇന്ത്യക്ക് ഒരു വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇതിനിടെ ഇറാനിൽ വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ആളുകൾ ഒരുപാട് കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഏരിയ കുറച്ചും കൂടി ഇപ്പോൾ ഓൾറെഡി തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രശ്നങ്ങളും ഉള്ളത് ഇപ്പോൾ ഇറാനിലും കൂടി അത് ആഡ് ഓൺ ചെയ്തു. ഭാരത് കുക്കിംഗ് കോളിൻ്റെ IPO ഏകദേശം വലിയ തോതിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. 157 മടങ്ങാണ്. മസഡോൺ ഷിപ്പ് ബിൽഡേഴ്സിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു IPO ആണ് ഇത്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് ഇന്നുമാണ്. കൂടാതെ ഇന്നലെ US ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു. അപ്പോൾ മാർക്കറ്റിന് അലൈനായിട്ടുള്ളൊരു ഇൻഫ്ലേഷൻ ഡേറ്റയാണ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരു നോൺ ഈവൻ്റ് ആയിട്ട് മാറി. Q3 റിസൾട്ടാണ് ഇപ്പോൾ ഓൺഗോയിങ്. ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് പ്രധാനമായിട്ടും ഉള്ളത് വാരീസ് റിന്യൂവബിൾ ടെക്നോളജി, യൂണിയൻ ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, IOB, ഇൻഫോസിസ്, ICC പ്രൊഡൻഷ്യൽ, HDFC അസറ്റ് മാനേജ്മെൻറ്റ്, കൂടാതെ ആദിത്യ ബിർള മണി, ആനന്ദ് രതി തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടുകൾ ഇന്നുണ്ട്. എല്ലാ റിസൾട്ടിനും വേണ്ടിയിട്ട് നമ്മളുടെ ട്രേഡബിലിറ്റി ടാബിൽ നിന്ന് സെർച്ച് ചെയ്യുക. ട്രേഡബിലിറ്റി ടാബ്, അവിടെ റിസൾട്ട് കലണ്ടർ ഉണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് റിസൾട്ടുകളൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $28 ഉയർന്ന് 4,615 ആയിട്ടുണ്ട്. സിൽവർ $2 ഉയർന്ന് 88 ആയിട്ടുണ്ട്. ബിറ്റ്കോയിൻ $4,300 ജമ്പ് ചെയ്ത് 95,000 ആയിട്ടുണ്ട്. ബ്രന്റ് ഓയിൽ 65 ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 25,757 ആണ്. നമുക്ക് ഉണ്ടായിരുന്ന ക്ലോസിംഗ് 25,780 ആണ്. അപ്പോൾ ചെറിയൊരു ഗ്യാപ് ഡൗൺ. ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സഡാണ്. ഇതിൽ ജപ്പാൻ മാർക്കറ്റ് അടിക്കടി ഉയരുന്നുണ്ട്. ഇന്നലെയും ഉയർന്നു. ഇന്ന് 835 പോയിൻറ്റിൻ്റെ ഉയർച്ച. ഏറ്റവും താഴേക്ക് വരാണെങ്കിൽ ഡാക്സ്, CAC 40, FTSE തുടങ്ങിയത് യൂറോപ്യൻ മാർക്കറ്റാണ്, മിക്സഡായിരുന്നു. പിന്നീട് ഡോയും നാസ്ഡാക്കും ഇടിവ് രേഖപ്പെടുത്തി. ഏറ്റവും താഴെ US വിക്സ് 6% സ്പൈക്കും രേഖപ്പെടുത്തി. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലെല്ലാം തന്നെ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. ഇൻഫോസിസ് ഇടിഞ്ഞു, വിപ്രോ ഇടിഞ്ഞു, എന്നാൽ വലിയ തോതിൽ ഇടിഞ്ഞിട്ടില്ല. എല്ലാം തന്നെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇതൊരു ബൈസൽ റെക്കമെൻഡേഷനൊന്നുമല്ല. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ ബേസിക് ഇന്ത്യ ഓപ്ഷൻ്റെയും ഓഫ്ലൈൻ ക്ലാസ് കൊച്ചിയിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ ഇതൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ആദ്യം ICC ലോൺ ബോർഡാണ്. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല കേട്ടോ. ഇവർ 9% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ ഇടിവ് രേഖപ്പെടുത്തി. ടാറ്റ LXC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 29% വർധനവ് രേഖപ്പെടുത്തി. NLC ഇന്ത്യ കമ്പനി എന്നെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റ് ചെയ്യാൻ ധാരണയായി. ഇൻ്റർടെക് ബിൽഡിംഗ് സൊല്യൂഷൻ കമ്പനിക്ക് 130 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ജസ്റ്റൈൽ കമ്പനി 10% ഇവർ നെറ്റ് പ്രോഫിറ്റിൽ കുറവാണ് രേഖപ്പെടുത്തിയത്. 5 പൈസ നെറ്റ് പ്രോഫിറ്റ് 24% ഇയർ ഓൺ ഇയർ ഇടിവ് രേഖപ്പെടുത്തി. റെസ്പോൺസീവ് ഇൻഡസ്ട്രീസ് ഇവരുടെ CFO റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. കൊഡാക് ബാങ്ക് ഇവരുടെ സ്പ്ലിറ്റ് ഡേറ്റ് ആണ് ഇന്നുള്ളത്. ഒരു സ്റ്റോക്ക് 5 സ്റ്റോക്കായിട്ട് മാറും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ചോയ്സ് സൊല്യൂഷൻ കമ്പനി ഇവർക്ക് ടെലമെഡിക് എന്ന് പറയുന്ന ഒരു US ബേസ്ഡ് ആയിട്ടുള്ളൊരു ഹെൽത്ത് കെയർ കമ്പനീനെ അക്യൂർ ചെയ്തു എന്നുള്ളതാണ് ഉള്ള ന്യൂസ്. അപ്പോൾ വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റൊക്കെ എത്താം. എല്ലാവർക്കും നല്ലൊരു ദിനം. താങ്ക് യു.